ഹായ്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ ആൾക്കാരുടെ സംശയം ഇത് തന്നെയാണ്, ക്രിയേറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്താൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിഡ്നി സ്റ്റോണ്, മൂത്രത്തിക്കല്ല്, കിഡ്നിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഫെക്ഷന്, യൂറിനറി ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾ യൂസ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ക്രിയേറ്റിൻ കൂടുതലാണെന്നുണ്ടെങ്കിലും ഈ സപ്ലിമെൻറ്റുകളൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 1.3 ഒക്കെയാണ് ഹൈ റേഞ്ച് നിൽക്കുന്നത്. അതിൻ്റെ മേലേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ടൊക്കെ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അങ്ങനെ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും നിങ്ങൾ സപ്ലിമെൻറ്റുകളെല്ലാം നിർത്തിയിട്ട് ഹെവി ലിഫ്റ്റിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. സ്റ്റോപ്പ് ചെയ്തിട്ട് ധാരാളം വെള്ളം കുടിച്ച് കാർഡിയോ വർക്കൗട്ട് ചെയ്യാൻ പറയും. ചെയ്തിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ വന്ന് വീണ്ടും ചെക്ക് ചെയ്യാൻ പറയും. നിങ്ങളുടെ ക്രിയേറ്റിൻ ലെവൽ ഏത് ലെവലിലേക്കാണ് പോകണമെന്ന് അറിയാൻ വേണ്ടി. താഴെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് കൂടി തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഏതാണെങ്കിലും എന്ത് സപ്ലിമെൻ്റ് ആണെങ്കിലും. ഇപ്പോൾ ക്രിയേറ്റിനൊക്കെ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ പ്രോട്ടീനൊക്കെ കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീൻ മാത്രം കഴിക്കാൻ നോക്കുക. ഓക്കെ.